എന്താല്ലേ നമ്മൾ ഈ കാണുന്നത്? അതായത് KSRTC ഡ്രൈവറെ കൊല്ലാൻ നോക്കുന്ന ഒരു സംഭവമാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഇതിന്റെ അതായത് ഈ തല്ലുന്ന ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വെച്ച് തരാം. അതിനുശേഷം എന്തിനാണ് തല്ലിയത് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള കാരണം ഞാൻ വെച്ച് തരാം. വലിയ വിവാദമാണ്, പോലീസൊക്കെ ഇടപെട്ടു എന്തെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഇന്നലെ എനിക്കടക്കം തെറ്റുപറ്റി പൊന്നു മനുഷ്യന്മാരെ. കാരണം റിപ്പോർട്ടർ ചാനൽ കാരണമാണ് ഞാനടക്കം തെറ്റിദ്ധരിച്ചിട്ട് VD സതീശനെ വിമർശിച്ചിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ സത്യാവസ്ഥ ക്ലിയറായി കൃത്യമായിട്ട് മനസ്സിലായപ്പോൾ ഞാനത് പ്രൈവറ്റ് ചെയ്ത് വെച്ചു. അതായത് റിപ്പോർട്ടർ ചാനൽ പക്ക കള്ളവാർത്ത കൊടുക്കുകയാണ്. എന്താണ് ആ കള്ളവാർത്ത? ആ കള്ളവാർത്ത ആദ്യം വെച്ചതിന് ശേഷം അതിൻ്റെ സത്യാവസ്ഥ ഞാൻ വെച്ച് തരാം. ഓക്കെ, ഇത് ഓർഡിനറി അല്ല, ഭംഗിയായി സിറ്റി ഫാസ്റ്റ് ഇത് സിറ്റി ഫാസ്റ്റ് ആണോ? അത് ഇത് ഇന്നലെ വരെ ഇല്ലാതിരുന്നതാണ്. ഇത് സിറ്റി ഫാസ്റ്റ് ബസ്സാണ്. ഇത്തരം ബസ്സുകൾ അരുൺ, അതാണില്ല പ്രശ്നം. ഈ സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്ന സ്റ്റിക്കർ നേരത്തെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ സംശയിച്ചതുപോലെ തന്നെ കൂടുതൽ ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടോ? ഓക്കെ, ഇതിനെ ഞാൻ പൊളിക്കാം. അതിനു മുമ്പ് മറുനാടൻ മലയാളി കൊടുത്ത വാർത്തയാണ് ഇവരൊക്കെ പറഞ്ഞത്. അതായത് നമ്മുടെ നാട്ടിൽ 4 ഓർഡിനറി ബസ് ഉണ്ടെങ്കിൽ, ഇന്നലെ വരെ 4 ഓർഡിനറി ബസ് ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇന്നതിനെ സിറ്റി ഫാസ്റ്റ് ആക്കി എന്നാണ് പറഞ്ഞത്. മറുനാടൻ മലയാളിയാണെങ്കിൽ ഒരു തെളിവ് എന്ന് പറഞ്ഞിട്ട് ഒരു CCTV വീഡിയോ ദൃശ്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനൊക്കെ വിചാരിച്ച അത് സത്യം ഒന്നാണ്. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളൊന്നറിയണം. അതിനു മുമ്പ് VD സതീശനെ ഇഷ്ടപ്പെടുന്നവർ, നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് പാലിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ആ ഒരു സത്യാവസ്ഥ ആദ്യം കാണണം. അതിനുശേഷം KSRTCയുടെ ബാക്കി വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. എന്ത് ഈ മൈക്ക് പിടിച്ച് നിൽക്കുന്ന വിവരദോഷിക്ക് റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ആണെന്നോ? മൊട്ടയുടെ കേസ് പിന്നെ പോട്ടേന്ന് നോക്കാം. പണ്ടേ അന്തമാണ്. അനന്തപുരി എന്നോട് വെണ്ടക്കക്ഷരത്തിലല്ലേ എഴുതി വെച്ചിട്ടുള്ളത്? 2005 മുതൽ അനന്തപുരി സിറ്റി ഫാസ്റ്റ് ആണ് എന്നുള്ള സാമാന്യ വിവരം പോലും ഇവനില്ലേ? ഇവനൊക്കെ ആരാടെ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടറായിട്ട് നിയമിച്ചത്? ഈ സിറ്റി ഫാസ്റ്റ് എന്നുള്ള സ്റ്റിക്കർ സൈഡിലും ഫ്രണ്ടിലൊക്കെ ഒട്ടിച്ചത് എന്തിനാ? ഇന്ന് പ്രിയദർശിന്റെ സ്കീം സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ സ്ത്രീകൾക്ക് മാറാതിരിക്കാനും വേണ്ടിയിട്ടാണ് സൈഡിലും ഫ്രണ്ടിലൊക്കെ ഫ്രഷ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളത് എന്നുള്ള സാമാന്യ വിവരം പോലും ഇവനിക്കില്ലേ? ഇതൊക്കെ ഇവന്മാർക്ക് അറിയാം. ജനങ്ങളെ കബളിപ്പിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നാണ് ഇവന്റെ ഒക്കെ സ്ഥിരം പരി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഒന്നും കൂടി ഞാൻ വിശദീകരിച്ച് തരുന്നില്ല. അപ്പോൾ CPMന്റെ PR കണ്ടിട്ട് ഞാനടക്കം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മറുനാടൻ ഇങ്ങനെ ആക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതായത് മറുനാടൻ നിങ്ങളെ വിശ്വസിക്കുന്ന എത്രയോ പ്രേക്ഷകരുണ്ട്. നിങ്ങളടക്കം ഇങ്ങനെയുള്ള ഫേക്ക് വാർത്ത കൊണ്ടുവരുന്നത് വളരെ വളരെ തെറ്റാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന കുറേ പ്രേക്ഷകരുണ്ട്. ഇന്നലെ ഞാൻ ആ വാർത്ത കൊടുത്തപ്പോൾ എനിക്ക് കുറേ കോൾ വന്നു. അപ്പം ഞാൻ പറഞ്ഞ തെളിവ് വേണം ബ്രോ. അപ്പോൾ നമുക്ക് ക്ലിയറായി കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നപ്പോൾ മനസ്സിലായി. അപ്പോൾ തെറ്റ് പറ്റും ആർക്ക് വേണമെങ്കിലും. അപ്പം ഞാനൊരു കാര്യം പറയാം, CPMന്റെ PR പണി ആരും നോക്കരുത്. വളരെ വളരെ മോശമാണ് അരുൺകുമാറെ ഇങ്ങനെയുള്ള മറുനാടൻ ഇങ്ങനെയുള്ള കള്ളവാർത്ത കൊടുക്കുമെന്നൊക്കെ. ദയവ് ചെയ്തിട്ട് ഇനി കള്ളവാർത്ത കൊടുക്കരുത്. പൊന്നു മനുഷ്യന്മാരെ, നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. ആ ഒരു KSRTC എന്താണ് സംഭവം? ഡ്രൈവറെ തല്ലാൻ നോക്കുന്ന ആ ഒരു സംഗതി നിങ്ങൾ ആദ്യം കാണണം. അതിനുശേഷം എന്തിനെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എവിടേക്കാ പാല് പോണേട്ടോ? വണ്ടിയിലേക്ക് വണ്ടി എന്താണ് അടിച്ച വണ്ടി വണ്ടി നോക്ക് വണ്ടി നോക്ക്
ഒതുക്ക് 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 നിക്ക് നിക്കട്ടെ ഒതുക്ക് 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 നിക്ക് ഒതുക്കി ഒതുക്കി ഒതുക്കണം ആ സൈഡ് 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 സൈഡൊക്കെ സൈഡ് സൈഡ് ഓക്കെ, ഇത് എന്താണ് പ്രശ്നമെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. ഒരു വീഡിയോ ക്ലിപ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയറായി കൃത്യമായിട്ട് എന്താണ് അവിടെ നടന്നത് എന്ന്, അതിൻ്റെ പിന്നിൽ ആര് എല്ലാം ഞാൻ പറഞ്ഞുതരാം. പൊന്നു മനുഷ്യന്മാരെ, വീണ്ടും ഞെട്ടിക്കുന്ന ചില വാർത്ത വരുന്നുണ്ട്. അതായത് KSRTC ബസ്സിൽ മഹിളാ മൂർച്ച RSS പ്രവർത്തകർ സമരം ചെയ്യുന്നു, എന്നാൽ അത് പൊട്ടി, അതായത് ആ സമരം തോൽക്കുന്നു എന്ന വാർത്ത. അതിൻ്റെ ഒരു ക്ലിപ്പ്, ഒരു യുവതി ആ സമരത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്, സമരം ചെയ്തവർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ വിവാദമാണ്. ആ വാർത്തയുടെ ക്ലിപ്പ് വെക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ സത്യാവസ്ഥ, എന്തിനാണ് തല്ലിയത്, അതായത് നിങ്ങൾ ആ ഒരു വീഡിയോ ദൃശ്യം ആദ്യം കാണണം. അതിനുശേഷം ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, പറഞ്ഞു ചേട്ടാ വണ്ടി സൈഡാക്കി പറഞ്ഞു. ആള് നിർത്താണ്ട് എടുത്ത് പോകുമായിരുന്നു. അതിൽ ഞങ്ങൾ വണ്ടിയുടെ റോങ് ഇട്ടു. എടുത്ത് പോകുന്നായിരുന്നു. അവിടെ കുറെ പറഞ്ഞു വണ്ടി സൈഡാക്കാൻ പറഞ്ഞു. ആള് നിർത്താണ്ട് പോകുമായിരുന്നു. ഞങ്ങൾ ചവിട്ടിയില്ലായിരുന്നെങ്കിൽ ആള് നേരെ കൊണ്ടു കയറ്റിയായിരുന്നു. ഞങ്ങൾ അത്രയും അണച്ച പാലത്തിന് മേലെന്ന്, പാലത്തിന് മേലെ വെച്ചിരുന്നു. അതാണ് ഞങ്ങൾ സാറെ തിരിച്ചു വന്നു. പിന്നാലെ വന്ന ആള് മാന പോരാട്ടം പറഞ്ഞു സൈഡാക്കാൻ. ആള് സൈഡാക്കിയിരുന്നില്ല. പാലത്തില് അത് ഞങ്ങളല്ല, ഇവിടുത്തെ ആൾക്കാരാണ്. നാട്ടുകാരിന്റെ മാല പൊടിച്ചു ഇന്നടിച്ചു. അതിനെന്താ പറയാണ്ട് രണ്ട് വണ്ടിയിൽ ഒരു വണ്ടി ഇങ്ങനെ ഒരു വണ്ടിക്ക് വണ്ടിയിൽ 4 ആൾക്കാർ. രണ്ട് വണ്ടിയിൽ അത് നമ്മളല്ല, അത് വേറെയുള്ള ആളാണ്, ഇവിടുത്തെ ആളാണത്. ആൾക്കാർ ഇത്രയും കാര്യം എല്ലാരും പറയുന്നത് KSRTCയുടെ ട്രിപ്പ് മുടക്കി കഴിഞ്ഞാൽ നമുക്ക് കേസാവും, വണ്ടി വിടണം പറയുന്നത്. ചോദ്യം ഇത്ര തന്നെ ഉള്ളൂ. KSRTC വണ്ടി നമ്മൾ പ്രൈവറ്റ് വണ്ടിയുമ്പോൾ തട്ടിയാൽ മാത്രം എന്തെങ്കിലും ഒരു പ്രശ്നം എന്താണ്? അതിന്റെ പ്രശ്നം നമ്മൾ ചോര നീരാണ്ടാക്കുന്ന വണ്ടി തന്നെയാണ്. അതിന് എന്താ പേർക്ക് ഇത്ര വലിയ പ്രശ്നം എന്താണ്? എല്ലാരും കൂടെ പറയുന്നത് കേസാവും. നമ്മുടെ വണ്ടിയുമ്പോൾ ഓവർടേക്ക് ചെയ്ത് കയറി വന്ന് തട്ടിയതും പോരാ. എന്നിട്ട് അവര് പറഞ്ഞ പോലെ നമ്മൾ നിൽക്കണമെന്ന്. അതന്നെ ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. കണ്ടോ, ഞങ്ങൾ വണ്ടി സൈഡാക്കി നിർത്തിയേനെ. ഞങ്ങളെ കൂട്ടത്തിൽ ഒരുത്തൻ വന്ന് തച്ചുന്നു. അതിന്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഡ്രൈവറിനെ വന്ന് തച്ചത് ഞങ്ങളല്ല, അത് വേറെ. ഓക്കെ, ഇവർ പറയുന്നത് KSRTC ബസ് വേറൊരു വണ്ടിക്ക്, അതായത് ഈ ചുവന്ന വണ്ടിക്ക് ഇടിച്ചിട്ട്, ഇതൊരു വ്ളോഗര വണ്ടിയാണ്, ഈ വണ്ടിക്ക് ഇടിച്ചിട്ട് നിർത്താതെ പോയി എന്നാണ് പറയുന്നത്. ഇത് അങ്ങനെ KSRTC ഡ്രൈവർ പറയുന്നത് ഞാനല്ല, ഇവന്മാർ വൈറലാവാൻ വേണ്ടി. ഇപ്പോൾ KSRTC വിഷയം എന്ത് വീഡിയോ ചെയ്താലും റിച്ചാണ്, അതുകൊണ്ട് ഇവന്മാർ വെറുതെ ഇങ്ങനെ പറയുന്നത് എന്നാണ് KSRTC ഡ്രൈവർ പറയുന്നത്. എന്ത് വന്നാലും നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ മറ്റേ വണ്ടി നിർത്താൻ പറയുമ്പോൾ ഈ പറയുന്ന KSRTC ഡ്രൈവർ മുമ്പോട്ട് എടുക്കുന്നത് തെറ്റ് തന്നെയാണ്. അത് വളരെ തെറ്റാണ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന്. ഓക്കെ, ഇതിന് മുഖ്യമന്ത്രിയൊക്കെ ഇടപെടുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഓക്കെ, മഹിളാ മൂർച്ച, അതായത് മഹിളാ മൂർച്ചയുടെ വലിയ വിവാദമാണ്. ആ ഒരു വീഡിയോ ക്ലിപ്പ് നമ്മളൊന്ന് കണ്ടു നോക്കാം. അതായത് മഹിളാ മൂർച്ചക്കെതിരെ ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട്. തന്റെ ഇടമുണ്ടെങ്കിൽ BJPയുടെ മഹിളാ മൂർച്ച നേതാക്കന്മാർ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യട്ടെ. ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടത്തിയപ്പോൾ ഈ സമരം ചെയ്ത മഹിളാ മൂർച്ച നേതാക്കന്മാരോടും അതിന് നേതൃത്വം കൊടുത്ത പാർട്ടിക്കാരോടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഏതാണ്ട് 1200 രൂപയോളം ഗ്യാസിന്
ഇപ്പൊ ഇവിടെ വിലയായിട്ടുണ്ട്. ഇവരെന്തുകൊണ്ട് പറയുന്നില്ല? ഈ കേരളത്തിലെ ഇപ്പൊ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഇവരെല്ലാരും കൂടി നരേന്ദ്രമോദി സർക്കാരിനെ കണ്ടു പറയട്ടെ, കേരളത്തിലെ കുടുംബിനികൾക്ക് ഒന്നുമല്ലെങ്കിൽ സ്ത്രീ കുടുംബനാഥയായിട്ടുള്ള ഇവർക്ക് ഗ്യാസ് സൗജന്യമായി വിതരണം ചെയ്യാൻ അവരൊരു സമരം ചെയ്യട്ടെ. എന്താ സമരം ചെയ്താൽ എന്താ? എന്തുകൊണ്ടാണ് സമരം ചെയ്യാത്തത്? ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് അവര് പറഞ്ഞ വാക്ക് പാലിക്കുന്നതിനായി അവരൊരു സംരംഭം ഏർപ്പെടുത്തി. അതൊരു പക്ഷെ നാളെ ഘട്ടം ഘട്ടമായി ഇത് ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ പൊയ്ക്കൂടായികയില്ല. അതൊരു ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്രോതസ്സിനെയും ഗവൺമെന്റിന്റെ നയപരിപാടികളെയും അനുസരിച്ചിരിക്കും ആ തീരുമാനം മാറിയും മറിഞ്ഞും വരുന്നത്. പക്ഷെ ഒരു ഗവൺമെന്റ് വന്ന് അധികകാലം ആകുന്നതിന് മുൻപ് അവര് പറഞ്ഞ ഒരു വാഗ്ദാനം പാലിക്കപ്പെടുമ്പോൾ ഈ സമരമുറകളെന്ന് പറയുന്നത് മ്ലേച്ഛമായ ഒരു സമര പരിപാടിയാണ്. ഒരു മന്തുകാലുള്ളവൻ 2 മന്തുകാലനെ കുറ്റപ്പെടുത്തുന്നത് പോലെ തന്റെ ഇടമുണ്ടെങ്കിൽ BJPയുടെ മഹിളാ മോർച്ച നേതാക്കന്മാർ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യട്ടെ. ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഒരു സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നു ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും പോകാനോ ഒരു 50 രൂപ എടുത്ത് കൈവച്ചുകൊണ്ട് പോകാനില്ലാത്ത ഒരാൾക്ക് ആ 50 രൂപ ഉണ്ടെന്ന് വെച്ചു, ഒരു സൗജന്യ യാത്ര കിട്ടുമ്പോൾ അവര് അതുമായി പോയി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വരാൻ ഒരു പരിധി വരെ സഹായകരം തന്നെയാണത്. ഒരു ഗവൺമെന്റ് പറഞ്ഞ വാക്ക് പാലിക്കുന്നതിന്റെ സഹായം തന്നെയാണത്. അതിനകത്ത് സമരം ചെയ്യുന്നവര് അവരുടെയും കൂടെ കാര്യങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ട് സമരം ചെയ്യണം. ഓക്കെ, മഹിളാ മോർച്ചയുടെ ഒരു കാര്യം പറയാം. ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് നിങ്ങൾ ഇടപെടുന്നത്. അതായത് മഹിളാ മോർച്ചയെ തെറി വിളിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ വെച്ച് തരാം, നിങ്ങൾ അതും ജസ്റ്റ് ഒന്ന് കാണണം. ഒരു കാര്യം പറയാം പൊന്നു മനുഷ്യന്മാരെ, അതായത് ഇവിടെ ഗ്യാസിൻ്റെ വില കൂടുന്നുണ്ട്, പെട്രോളിൻ്റെ വില കൂടുന്നുണ്ട്, അതിനൊന്നും ഒറ്റകൾ സമരം ചെയ്യുന്നില്ല. ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഓർഡിനറി ബസ്സിലൊക്കെ. വീണ്ടും സമരം ചെയ്യുകയാണ് വൃത്തികെട്ട ജന്തുക്കളെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ നമുക്ക് എന്തായാലും മഹിളാ മോർച്ചയെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ കടക്കാം. അതിനു മുമ്പ് RSS പ്രവർത്തകർ ചിരി വരുന്നുണ്ട് ഈ വാർത്ത വായിക്കുമ്പോൾ. അതായത് ഇപ്പോൾ വേൾഡ് കപ്പ് കളിയാണല്ലോ ഫുട്ബോള്. അപ്പോൾ ബ്രസീലിൻ്റെ പതാക ഏകദേശം പച്ച കളറും മഞ്ഞ കളറും മിക്സ് ആയിട്ടാണ്. പക്ഷേ RSS വിചാരിച്ചത് നമ്മുടെ കേരളത്തിൽ കുറേ ബ്രസീൽ ഫാൻസ് ഉണ്ട്, അവരൊക്കെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്, പതാക വെച്ചിട്ടുണ്ട്, അത് പാകിസ്ഥാൻ പതാക എന്ന് മണ്ടന്മാർ അതിനെ കീറുന്ന, അതിനെ നശിപ്പിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണണം. ഓക്കെ പ്രേക്ഷകരെ, വളരെ രസകരമായ ഒരു വാർത്ത വരുന്നുണ്ട് കേട്ടോ. കൊല്ലത്തുനിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജയശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്തയാണ്. ആ വാർത്ത ഇതാണ്. പ്രേക്ഷകർ ആ വാർത്ത കേൾക്കൂ, എന്നിട്ടൊന്ന് ചിരിക്കൂ. കൊല്ലം കടവൂരിൽ RSSന്റെ ഭീഷണിയെ തുടർന്ന് ബ്രസീലിന്റെ പതാക അഴിപ്പിച്ചുവെന്ന് പരാതി. പാകിസ്ഥാൻ പതാകയുമായി സാമ്യമുണ്ടെന്ന് ആരോപിച്ചാണ് പതാക അഴിപ്പിച്ചത്. പതാക കിട്ടിയ കുട്ടികളെ RSS പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി. പലയിടത്തും പതാക അഴിപ്പിച്ചു. ഉയരത്തിൽ കെട്ടിയ പതാക പോലീസിനെ ഉപയോഗിച്ച് നീക്കം ചെയ്തുവെന്നും ആരോപണമുണ്ട്. നമുക്ക് ചില പ്രതികരണങ്ങൾ ഉണ്ടോന്ന് കേൾക്കാം. വിഷ്വല് പതാക അഴിച്ചു മാറ്റുകയാണ്. ഇത് പാകിസ്ഥാൻ പതാകയാണെന്ന് RSSലെ ചിലർ കരുതി. എൻ്റെ പൊന്ന RSS സഹോദരങ്ങളെ, ഇത് ബ്രസീലിൻ്റെ പതാകയാണ്. ബ്രസീലിൻ്റെ പതാകയിൽ പച്ചയും മഞ്ഞയും ഒക്കെ ഉണ്ട്. പാകിസ്ഥാൻ്റെ പതാക നമ്മുടെ തെരുവിൽ ഇപ്പോൾ കെട്ടേണ്ട ആവശ്യമില്ലല്ലോ. പാകിസ്ഥാൻ ഈ പറയുന്ന ഫുട്ബോൾ കളിക്കുന്നില്ലല്ലോ. ഇത് ബ്രസീലിൻ്റെ പതാകയാണ് എന്നുള്ള സാമാന്യ ബോധം പോലും, അല്ലെങ്കിൽ പിന്നെന്തിനാ. AV ജയശങ്കറുണ്ട്. ജയശങ്കർ പാവം കുട്ടികൾ, ബ്രസീലിൻ്റെ ആരാധകർ, നമ്മുടെ നെയ്മറിൻ്റെ ആരാധകർ, അവർ വലിയ ആവേശത്തോടെ കെട്ടിയ പതാകയാണ്. RSSലെ ചില സഹോദരങ്ങൾ പോയിട്ട് ഈ പാകിസ്ഥാൻ ഏതാ ബ്രസീൽ ഏതാന്ന് തിരിച്ചറിയാതെ പോയി പിള്ളേരെടുത്ത് പറഞ്ഞ, ഭീഷണിപ്പെടുത്തിയ. എന്താ സംഭവിച്ചത് ജയശങ്കർ? ഡോക്ടർ അരുൺ, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ചെറിയ ചിരി വരുന്നുണ്ട്. കാരണം ഇത് കാലം മാറി, പതാകകളൊക്കെ തിരിച്ചറിയുന്ന എല്ലാവർക്കും ഒരു വിവരം ബോധമൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും കൊല്ലം കടവൂരിലാണ് ഇത്തരത്തിൽ ബ്രസീലിൻ്റെ പതാകകൾ വ്യാപകമായി അഴിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. ഈ കടവൂർ പ്രദേശത്ത് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിൽ ബ്രസീൽ ആരാധകർ സ്ഥാപിച്ച പതാകകളാണ് നിർബന്ധിച്ച് അവിടുന്ന് അഴിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉപദേശക സമിതിയുടെ ആളുകളും ഈ RSSന്റെ ചില പ്രവർത്തകരൊക്കെ തന്നെയാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഈ പതാക ആളുകളെ കൊണ്ട് നീക്കം ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ചിലയിടങ്ങളിൽ ചില പോലീസുകാർ ഇത്തരത്തിൽ പതാക നീക്കം ചെയ്യണമെന്ന് ആളുകളെ നിർബന്ധിച്ചു എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. പക്ഷേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. നമുക്ക് ഈ പരാതിയൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞ ആളുകളും എല്ലാം തലയിൽ ഇത്തിരിയെങ്കിലും ചാണകമല്ലാതെ വേറെ എന്തുണ്ടെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നം വരില്ല. ഓക്കെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു ചെറിയൊരു പ്രസംഗമുണ്ട്, അത് കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സർക്കാർ
അധികാരത്തിൽ എത്തിയിട്ട് 1 മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൗജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണുന്നു. ആദരവാ. സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ അവരെ കാണണം. ആ ആദരവാണ് ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച് നടപ്പാക്കുന്ന ആദ്യത്തെ പദ്ധതി കേരളത്തിലെ സ്ത്രീകളോടുള്ള നമ്മുടെ എല്ലാവരുടെയും കേരളത്തിലെ ജനങ്ങളുടെ ആദരവായി കണക്കാക്കണം. ഓക്കെ, മുഖ്യമന്ത്രിക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. ഓക്കെ പൊന്നു മനുഷ്യന്മാരെ, കുറേ വാർത്ത വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ. ഇതിൽ ഞാൻ കുറേ കൊണ്ടുപോകുന്നില്ല. അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം. തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.